ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ശംഖുപുഷ്പം സോപ്പാട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം കേട്ടോ. നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവറാട്ടോ. അത് ഉണക്കിയിരിക്കുന്ന കേട്ടോ. നമ്മൾ തണലത്ത് വെച്ച് ഉണക്കിയിരിക്കണ കേട്ടോ. ഇത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടാണ് ഈ സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. രണ്ട് രീതിയിൽ ശംഖുപുഷ്പ സോപ്പ് ഉണ്ടാക്കാം കേട്ടോ. പൗഡർ, ഈ ഉണക്കി പൊടിച്ച പൗഡർ ചേർത്തുണ്ടാക്കാം. അതുപോലെ തന്നെ ഫ്ലവർ മെൽറ്റ് ചെയ്ത് തിളപ്പിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തും ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് പൗഡർ ഗ്ലിസറിൽ ഇട്ട് വെച്ചിട്ട് അത് ഇട്ടായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മളതിലേക്ക് വൈറ്റമിൻ ഓയിൽ, ബദാം ഓയിൽ, ഗ്ലിസറിൻ എല്ലാം ചേർത്ത്, റോസ് വാട്ടർ എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പതിവ് പോലെ ബേസ് കട്ട് ചെയ്തിട്ടിട്ട് 1 കിലോ ബേസ് ആട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടേക്കണത്. അതിനി പാത്രത്തിലേക്ക് വെച്ച് ഡബിൾ ബോയിൽ ചേർക്കാം കേട്ടോ. ഇനി നമുക്കത് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതായിപ്പോൾ നമ്മുടെ ബേസൊക്കെ മെൽറ്റായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ കൂട്ടി വെച്ചേക്കുന്ന ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ് ചേർക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കളർ കണ്ട, നമ്മളൊരു കളറോ ഒന്നും ചേർക്കാത്ത കേട്ടോ. ഇത് ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവർ പൊടിച്ചതിൻ്റെ കളർ തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതായിപ്പോൾ എല്ലാം മെൽറ്റായി കഴിഞ്ഞ് നമ്മൾ വാങ്ങി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് സ്മെല്ല് ആഡ് ചെയ്ത് 25 ml സ്മെല്ലായിട്ട് ഞാൻ 1 കിലോ ബേസിലേക്ക് ചേർത്തേക്കുന്നത്. 20 ml ചേർത്താലും മതി. അപ്പോൾ സ്മെല്ല് കൂടുതൽ വേണമെങ്കിൽ 25 ml കൂടി ആഡ് ചെയ്യാം. അതിൽ കൂടുതൽ ആഡ് ചെയ്യരുത് കേട്ടോ. ഇനി നമുക്ക് ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല ബെറ്ററായ ഒരു സോപ്പാട്ടോ ഇത്. തലമുടിക്കും സ്കിന്നിനും ഒക്കെ ഏറ്റവും നല്ലതായിട്ട് സോപ്പ്. തലമുടി നല്ല സിൽക്കായിട്ടിരിക്കാനും വളർച്ചയ്ക്കും നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ സ്കിന്നിലുള്ള കറുത്ത പാട്, കുരുക്കളൊക്കെ മാറാനും കളർ വയ്ക്കാനും നല്ലതായിട്ട് സോപ്പ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പൂക്കളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ. അത് നമ്മുടെ സോപ്പൊക്കെ റെഡി ആയിട്ടിരിക്കും കേട്ടോ. താങ്ക് യു. അസ്സലാമു അലൈക്കും.